വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. വടക്കൻ ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രി അഗ്നിക്കിരയാക്കി ഇസ്രായേൽ. ആക്രമണത്തെ തുടർന്ന് രോഗികളും ആശുപത്രി സ്റ്റാഫുകളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. വടക്കൻ ഗസയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. ലോകത്ത് ഇന്നേവരെ ഒരു രാജ്യവും യുദ്ധമുഖത്ത് ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യങ്ങളാണ് ഇസ്രായേൽ സേന ഗസയിൽ നടത്തുന്നത്. ഗസയിലെ ഫലസ്തീൻ ജനതയെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഓരോ ദിവസവും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ഇപ്പോൾ ഇതാ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കും വിധം കമാൽ അദ്വാൻ ആശുപത്രി അഗ്നിക്കിരയാക്കിയിരിക്കുന്നു. ആശുപത്രി ജീവനക്കാരും രോഗികളും ലക്ഷ്യമില്ലാതെ ജീവനം കൊണ്ട് ഓടിയിരിക്കുന്നു. രോഗികളും ഹോസ്പിറ്റലും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആശുപത്രിയുടെ സിംഹഭാഗവും അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററുകളും എമർജൻസി ഡിപ്പാർട്ട്മെന്റും പൂർണ്ണമായി തകർക്കപ്പെട്ടു. ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രായേൽ സേന ആശുപത്രി ജീവനക്കാരോടും രോഗികളോടും ആശുപത്രിയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ സേന അതിക്രമങ്ങൾ കാണിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് മാത്രമാണ് ആശുപത്രിയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഫലസ്തീനികൾക്ക് വാണിംഗ് നൽകിയത്. ഇസ്രായേൽ സേന ആശുപത്രിയുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തകർക്കുകയും ആളുകളോട് അവരവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കമാൽ അദ്വാൻ ആശുപത്രി അധികൃതർ പറയുന്നത് എവിടെ പ്രായമായവരും കുട്ടികളും കമാൽ അദ്വാൻ ആശുപത്രിയിലെ രോഗികളായിരുന്ന അവരാരെയും കാണുന്നില്ല എന്നാണ്. ആരൊക്കെയോ പറയുന്നു അവർ ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയെന്നു. എന്നാൽ രോഗികളും ആശുപത്രി ജീവനക്കാരുമായി ഞങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ടില്ല ഇതുവരെ എന്നാണ് അവർ പറയുന്നത്. ആരൊക്കെയോ അറസ്റ്റ് ചെയ്തെന്നോ ആരൊക്കെ കൊല്ലപ്പെട്ടെന്നോ ഏതെല്ലാം സ്കൂളുകളിലും ആശുപത്രികളിലുമാണ് അവർ അഭയം തേടിയതെന്നോ യാതൊരു അറിവുമില്ല. കമാൽ അദ്വാൻ ആശുപത്രിയിൽ അന്തേവാസികളും രോഗികളുമായി ഉണ്ടായിരുന്നത് 350 പേരാണ്. ഈ 350 ആളുകളിൽ രോഗികളും മെഡിക്കൽ സ്റ്റാഫുകളും അവരുടെ ബന്ധുക്കളും മറ്റ് അഭയാർത്ഥികളും ഉണ്ട്. ഏകദേശം 5 മെഡിക്കൽ സ്റ്റാഫുകൾ അടക്കം 50-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. മരണം ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും വലിയ ക്രൂര കൃത്യങ്ങൾ ചെയ്യുമ്പോഴും ഇസ്രായേലിനെ ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിനേക്കാൾ ഭയാനകവും ഖേദകരവും. ഗസയിലെ ഷെയ്ഖ് റിദ്വാനിൽ ഇസ്രായേൽ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ 15 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 2023 ഒക്ടോബർ 7 ശേഷം ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 45,436 കടന്നിരിക്കുന്നു. ഈ കാലയളവിൽ പരിക്കുപറ്റിയവർ 1,08,000 മുകളിലാണ്. കാണാതായവരും കെട്ടിടാവശിഷ്ടങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടവരും ഈ കണക്കുകളിൽ പെടുന്നില്ല എന്നതാണ് സത്യം. ഇസ്രായേലിന്റെ ക്രൂരതയോട് ഒപ്പം നിൽക്കുന്നതാണ് പ്രകൃതി ഗസക്കാരോട് ചെയ്യുന്നത്. ഇത്രയും പരിതാപകരമായ ചുറ്റുപാടിൽ ടെന്റുകളിൽ വെള്ളവും ഭക്ഷണവും മരുന്നും മതിയായ ഷെൽട്ടറുകളുമില്ലാതെ ദുരിതം അനുഭവിക്കുമ്പോൾ പ്രകൃതിയും ഗസയിലെ ഫലസ്തീനികളെ വേട്ടയാടുകയാണ്. ശക്തമായ മഴയും പ്രകൃതിക്ഷോഭവും പിടിച്ചുകുലുക്കിയ അഭയാർത്ഥി ജനങ്ങൾക്ക് ഇപ്പോൾ ശക്തമായ ശൈത്യവും ശാപവുമായിരിക്കുകയാണ്. ടെന്റുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ബ്ലാങ്കറ്റുകളോ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. തണുപ്പിനെ അതിജീവിക്കാനാവാതെ കുഞ്ഞുങ്ങളും പ്രായമായവരും രോഗികളും മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അന്യോന്യം മുഖം നോക്കിയിരിക്കാനല്ലാതെ ആർക്കും ആരെയും സഹായിക്കാനാവുന്നില്ല. ശരീരം മരവിക്കുന്നതോടൊപ്പം മനസ്സും മരവിച്ചു പോകുന്നു. അതിനിടയിലാണ് ഇസ്രായേലിന്റെ അതിരുകളില്ലാത്ത ആക്രമണവും. ഇസ്രായേൽ സേന കമാൽ അദ്വാൻ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം നിരവധി ഹോസ്പിറ്റൽ ജീവനക്കാരെ തടഞ്ഞുവച്ചിരിക്കുകയാണ്. പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആശുപത്രിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം കത്തിനശിച്ചുവെന്നാണ്. 60-ലധികം ആരോഗ്യ പ്രവർത്തകരടക്കം 25-ലധികം രോഗികളും ഗുരുതരാവസ്ഥയിലാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. പരിമിതമായ പരിക്കുകളുള്ളവരെ അത്രയും പ്രവർത്തനക്ഷമമല്ലാത്ത ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ. ഹെൽത്ത് ഓർഗനൈസേഷന് അവരുടെ ആരോഗ്യനിലയിലും ചികിത്സാ സംവിധാനങ്ങളിലും ആശങ്കയുണ്ടെങ്കിലും മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് സത്യം. കമാൽ അദ്വാൻ ആശുപത്രി തകർത്തതിന് ഇസ്രായേൽ പറയുന്ന കാരണം പഴയത് തന്നെയാണ്. ഹോസ്പിറ്റൽ ഹമാസിന്റെ ശക്തി കേന്ദ്രമായി തുടരുന്നു എന്നതാണ്. ഒരു വർഷത്തിനും ഇതേ ഹമാസിനെ തുരത്തിയിട്ടും ഇന്നും ഹമാസ് ശക്തമായി തുടരുന്നു എന്ന് പറയാൻ ഇസ്രായേലിന് ലജ്ജയില്ലേ എന്ന മറുചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനു മുമ്പും ഇതേ കാരണം പറഞ്ഞുകൊണ്ടാണ് 2023 ഇസ്രായേൽ അൽ-ഷിഫ ഹോസ്പിറ്റൽ തകർത്തു കളഞ്ഞത്. പക്ഷേ ഇതുവരെയും ഈ ആരോപണങ്ങളെ സാധൂകരിക്കാൻ തെളിവുകൾ കൊണ്ടുവരാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഇസ്രായേൽ സേന കരുതിക്കുട്ടിയുള്ള പദ്ധതിയിലൂടെ കഴിഞ്ഞ വർഷം ഗസയിൽ തകർത്തു കളഞ്ഞത് 34 ആശുപത്രികളാണ്. ഇസ്രായേൽ കരുതിക്കുട്ടി ഗസയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ നിശ്ചിതമായി വിമർശിക്കുന്നു. ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഇതുവരെ
1250-ലധികം ആക്രമണങ്ങൾ നടത്തിയെന്നാണ് UN കുറ്റപ്പെടുത്തുന്നത്. ഒക്ടോബർ 7 മുതൽ ഇതുവരെയായി 1060 ആരോഗ്യ പ്രവർത്തകരെയാണ് ഗസയിൽ ഇസ്രായേൽ കൊന്നുതള്ളിയത്. ഡിസംബർ 28 ശനിയാഴ്ച ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന അഭയകേന്ദ്രങ്ങളിലാണ്. അവിടെ കുട്ടികളടക്കം 9 പേർ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ 8 പേർ സഹോദരങ്ങളായിരുന്നു എന്നതാണ് നോവിന് അതിരുകളില്ലാതാക്കുന്നത്. അൽ-മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ രാത്രി പുലരുവോളം ഇസ്രായേലിന്റെ ബോംബാക്രമണം തുടരുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണ അസർബൈജാൻ വിമാനത്തിന് റഷ്യയുടെ ആന്റി എയർക്രാഫ്റ്റ് ഫയർ ഏറ്റതാണെന്ന് അസർബൈജാനും അമേരിക്കയും കുറ്റപ്പെടുത്തുന്നു.